ഹായ് പാർട്ട്നേഴ്സ്, നൗഷാദ് അക്കുറേറ്റ്. വിത്ത്ഹോൾഡിംഗ് ടാക്സ് ബാധകമായ വരുമാനങ്ങളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ ആൻഡ് കൺസൾട്ടിംഗ് സേവനങ്ങളെ പറ്റിയാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമോ ശാസ്ത്രീയമോ ആയ സേവനങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ, സർവേയിങ്, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവയെല്ലാമാണ് ടെക്നിക്കൽ ആൻഡ് കൺസൾട്ടിംഗ് സേവനങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നത്. ഇവയുടെ ടാക്സ് നിയമം മറ്റു സേവനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സാധാരണയായി ഒരു സേവനം സൗദിയിൽ വെച്ച് നൽകുമ്പോൾ മാത്രമാണ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ബാധകമാകാറുള്ളത്. എന്നാൽ ടെക്നിക്കൽ ആൻഡ് കൺസൾട്ടിംഗ് സേവനങ്ങളുടെ കാര്യത്തിൽ സർവീസ് എവിടെ വെച്ച് നൽകി എന്നതിൽ പ്രസക്തിയില്ല. അതായത് സർവീസ് സ്വീകരിക്കുന്നത് സൗദിയിലെ ഒരു റെസിഡൻറ്റോ അല്ലെങ്കിൽ സൗദിയിലെ ഒരു ബിസിനസ് പ്രവർത്തനമോ ആണെങ്കിൽ സേവനം നൽകുന്നത് വിദേശത്തിരുന്ന് ഓൺലൈനായി ആണെങ്കിൽ പോലും വിത്ത്ഹോൾഡിംഗ് ടാക്സ് ബാധകമാകും. ഇനി ഇവയുടെ നികുതി നിരക്കുകളെ പറ്റി നോക്കിയാൽ അത് രണ്ടായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ പണം നൽകുന്നത് നിങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്ര കമ്പനിക്കാണെങ്കിൽ നികുതി 5%. എന്നാൽ നിങ്ങൾ പണം നൽകുന്നത് നിങ്ങളുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ തന്നെ വിദേശത്തുള്ള ഹെഡ് ഓഫീസിനോ സഹോദര സ്ഥാപനത്തിനോ ആണെങ്കിൽ ടാക്സ് റേറ്റ് 15% ഉയരും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോയിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ടു സീ അഗെയിൻ. താങ്ക് യു.